Hi friends, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇനി എല്ലാ ദിവസവും നമ്മുടെ ഓണ സദ്യക്ക് വേണ്ട ഓരോ കറികളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണ സദ്യ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അവിയലാണ്. സോ കീപ് വാച്ചിങ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. അവിയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം എടുത്തിട്ടുള്ളത് 2 ഏത്തക്കായാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത്തക്കായ്ക്ക് പകരം വേണമെങ്കിൽ മൊന്തങ്കായ യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് വഴുതനങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനയ്ക്ക് പകരമായിട്ട് നമുക്ക് കത്തിരിക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പടവലങ്ങയും വെള്ളരിക്കയാണ്. ചെറിയ ഓരോ പീസ് എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഓരോന്നായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് എത്ര അളവ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് മുരിങ്ങയ്ക്കയാണ്. ഞാനൊരു പകുതി മുരിങ്ങയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു സൈസ് മനസ്സിലാവുള്ളൂ എത്ര വേണമെന്ന്. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റും അതുപോലെ തന്നെ ചേനയുമാണ്. അതും ഒരു ചെറിയ ക്യാരറ്റും ഒരു ചെറിയ പീസ് ചേനയുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രയാണ് ഏകദേശം ഒരു അളവെന്ന്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചമുളകും ചീനി അമരയ്ക്കയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടൻ മുളകാണ്. അത് 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീനി അമരയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ചീനി അമരയ്ക്ക 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിയൽ ഉണ്ടാക്കുമ്പം ഒരു റൂളൊന്നുമില്ല, ഇന്നതേ ആഡ് ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവിയലും സാമ്പാറും ഒക്കെ ഡിഫറൻസ് ഉണ്ട്. കേരളത്തിൽ തന്നെ തയ്യാറാക്കുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടുണ്ടാക്കുന്ന അവിയലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യണം. ഞാൻ ഓൾറെഡി വാഷ് ചെയ്തതാണ്. എന്നാലും ഒന്നും കൂടെ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവിയലിന് വേണ്ടിയിട്ടുള്ള കൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അളവ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ഇപ്പോൾ 1 കപ്പ് ഇടണം എന്നല്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 4 വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകവും ആഡ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഫൈനലി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് കരിവേപ്പിലയാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കൊത്ത് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കേണ്ട. ജസ്റ്റ് ഇതൊന്ന് അടിക്കുക. ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടും അരച്ചെടുത്തു. ഇതിപ്പോൾ നമ്മുടെ വാഴയ്ക്കയാണ്. കണ്ടോ, ഈ ഒരു രീതിക്ക് വേണം നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് അരിയേണ്ടത്. കഴിവതും എല്ലാ പീസസും ഒരേ സൈസിന് അരിഞ്ഞെടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാഴയ്ക്ക അരിഞ്ഞത്, അതായത് പച്ചക്ക ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങയും വാഴയ്ക്ക പോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളരിക്കയാണ്. വെള്ളരിക്കയും അതുപോലെ നീളത്തിന് അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ക്യാരറ്റും നീളത്തിന് അരിഞ്ഞതാണ്. അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചീനിയമരയ്ക്കയാണ്. ചീനിയമരയ്ക്കയും നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ ചേന ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് പടവലങ്ങയാണ്. പടവലങ്ങയും നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ മുരിങ്ങയ്ക്കയാണ് ആഡ് ചെയ്യുന്നത്. മുരിങ്ങയ്ക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും 2ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഫൈനലി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് 2ആയിട്ട് മുറിച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യുന്ന വെജിറ്റബിൾസ് ഇന്നത് തന്നെ ആഡ് ചെയ്യണമെന്നില്ല. ഉരുളക്കിഴങ്ങും ടൊമാറ്റോയും ഒക്കെ ആഡ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യുവാണ്. കാഷ്യൂനട്ടാണ്, അണ്ടിപ്പരിപ്പ്. കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പില്ലെങ്കിൽ ബാക്കി ചെയ്യാം. ഇപ്പോൾ 1 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ നേരത്തെ അരച്ച് വെച്ച കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ കൂട്ടി കൂടെ നമ്മുടെ ജാറിൽ തന്നെ കുറച്ച് കൂട്ടിൻ്റെ ബാക്കിയുണ്ടല്ലോ, അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എത്ര വെള്ളം ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വെജിറ്റബിൾസ് ആ പാത്രത്തിൽ കിടക്കത്തില്ല, അപ്പോൾ അതിനൊരു പകുതി പോർഷൻ വെള്ളം ആഡ് ചെയ്താൽ മതി. അല്ലാതെ നിറച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട. വെജിറ്റബിൾസിൻ്റെ ഒരു പകുതി വെള്ളം വരുന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുത്താൽ മതി. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വരുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിനു മുമ്പ് ഈ കൂട്ടെല്ലാം കൂടി വെജിറ്റബിൾസിലാവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുക. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ആവി വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറ്റിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു നനവുള്ളതാണ് അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അങ്ങ് നല്ല ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് തൈരാണ്. കട്ട തൈര് 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് അവിയലിനൊരു പ്രത്യേക ടേസ്റ്റ് അത് കൊടുക്കും. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഫർദർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫൈനലി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൽ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ സദ്യ വിളമ്പാൻ നേരത്ത് പിന്നെ അത് എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമുക്കിതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ കിട്ടുന്നത്. നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എല്ലാ വെജിറ്റബിൾസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അധികം ഓയിലോ അല്ലെങ്കിൽ നമ്മളിതൊന്നും ഫ്രൈ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആവിയിൽ വേവിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഓണസദ്യയിൽ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഉൾപ്പെടുത്തുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.